64ാമത് തൃത്താല ഉപജില്ലാ കലോത്സവം ഇന്ന് അതിൻ്റെ സമാപന ദിവസത്തിൽ എത്തി നിൽക്കുകയാണ്. 5 ദിവസം നീണ്ടു നിന്ന ഒരു കലാമാമാങ്കമായിരുന്നു. വളരെ മികച്ച രീതിയിൽ തന്നെ തൃത്താല ഉപജില്ലാ കലോത്സവം മുന്നോട്ട് പോയി. ഇപ്പോൾ നമ്മളുടെ കൂടെ ചേരാൻ പോകുന്നത് ഇവിടുത്തെ പബ്ലിസിറ്റി കമ്മിറ്റിയും റിസപ്ഷൻ കമ്മിറ്റിയുമാണ്. ഇത്രയും ദിവസത്തെ വിശേഷങ്ങൾ അവർ നമ്മളുമായി പങ്കുവയ്ക്കും. ഇന്ന് സമാപനം മന്ത്രി എം വി രാജേഷാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. അപ്പോൾ ഇനി കൂടുതൽ വിശേഷങ്ങൾ അവരോട് ചോദിക്കാം. സർ. ഓക്കെ, സന്തോഷം. 5 ദിവസങ്ങളിലായി വട്ടേനാട് ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു വരുന്ന തൃത്താല സബ് ജില്ലാ സ്കൂൾ കേരള സ്കൂൾ കലോത്സവം ഇന്ന് തിരശ്ശീല വീഴുകയാണ്. 1-ാം തീയതി പ്രീ പ്രൈമറി തലത്തിലുള്ള കുട്ടികളുടെ മത്സരങ്ങളും ഓഫ് സ്റ്റേജ് ഇനങ്ങളും തുടങ്ങി ഔദ്യോഗികമായി ഈ പ്രോഗ്രാം തുടക്കം കുറിച്ചത് 3-ാം തീയതി ബഹുമാനപ്പെട്ട പൊന്നാനി MP ഡോക്ടർ അബ്ദുൽ സമദ് സമദാനി സാഹിബ് ഉദ്ഘാടനം ചെയ്യുകയും സിനിമാ ആർട്ടിസ്റ്റ് ബീന ആർ ചന്ദ്രൻ മുഖ്യാതിഥിയായി പങ്കെടുക്കുകയും ചെയ്ത ഉദ്ഘാടന ക്രമത്തോടു കൂടിയാണ് ഔദ്യോഗികമായി നമ്മുടെ ഈ ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചത്. ഇന്ന് വൈകിട്ട് 6 മണിക്ക് ബഹുമാനപ്പെട്ട നമ്മുടെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയും തൃത്താലയുടെ MLA-യുമായ MB രാജേഷ് അവർകളാണ് ഇന്നത്തെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത്. ബ്ലോക്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് VP റഫീഖ അവരാണ് VP റജീന അവരാണ് അധ്യക്ഷത വഹിക്കുന്നത്. എന്തായാലും ആയിരക്കണക്കിന് സർഗ പ്രതിഭകൾ മാറ്റുരച്ച ഈ കലാമാമാങ്കത്തിന് ഇന്ന് തിരശ്ശീല വീഴുമ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു കൂട്ടുത്തരവാദിത്തത്തിൻ്റെ വിജയമായി കണ്ടാണ് ഞങ്ങൾക്ക് വിലയിരുത്താൻ കഴിയുന്നത്. എല്ലാ സംഘടനകളും ജനറൽ കമ്മിറ്റിക്ക് കീഴിൽ എല്ലാ സബ് കമ്മിറ്റികളും വളരെ ആത്മാർത്ഥതയോടെ വളരെ മത്സരബുദ്ധിയോടുകൂടി ഈ സംഘാടനം നിർവഹിച്ചതിൻ്റെ ഒരു വിജയമാണ് വളരെ ഭംഗിയായി ഇന്ന് ഈ ആഘോഷം അവസാനിപ്പിക്കാൻ കഴിഞ്ഞത് എന്നതിൽ ഈ സംഘടനകൾക്കൊക്കെ വലിയ ചാരിതാർത്ഥ്യമുണ്ട്. അതിൽ അധ്യാപക സംഘടനകളും രക്ഷിതാക്കളും ഇവിടുത്തെ PT SMC ഭാരവാഹികളും ജനപ്രതിനിധികളും ഒക്കെ വലിയ അദമ്യമായ പങ്ക് വഹിച്ചതിൻ്റെ ഭാഗമായി കൊണ്ടാണ് ഇത്ര വിജയകരമായി ഈ രീതിയിൽ നമുക്ക് ഈ കലാമാമാങ്കം അവസാനിപ്പിക്കാൻ കഴിഞ്ഞത്. എല്ലാവർക്കും റിസപ്ഷൻ കമ്മിറ്റിയുടെ പേരിൽ പ്രത്യേകം നന്ദി പറയുന്നു. കഴിഞ്ഞ വർഷത്തിൽ അപേക്ഷിച്ച് ഇപ്പോൾ വട്ടനാട് സ്കൂളിൽ ഈ വർഷം അപ്പോൾ എങ്ങനെയാണ് കുട്ടികളുടെ ഈ ഒരു മാറ്റം എന്താണ് തോന്നുന്നത്? അനുദിനം 3000-ത്തിലധികം വിദ്യാർത്ഥികളാണ് ഇവിടെ വട്ടനാട് വെച്ച് നടക്കുന്ന ഈ കലാമേളയ്ക്ക് പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ വർഷങ്ങളെ സംബന്ധിച്ചിടത്തോളം നോക്കുമ്പോൾ അതിൽ നിന്നൊരു മാറ്റം എന്ന് പറയുന്നത് വട്ടനാട് ജനനിബിഡമാണ്. വട്ടനാട് സാധാരണ ഞങ്ങൾ ചെറിയൊരു ആശങ്ക ഇവിടെ സ്ഥല സൗകര്യത്തെക്കുറിച്ച് ഞങ്ങൾ പങ്കുവെച്ചെങ്കിൽ പോലും യാതൊരു അടിസ്ഥാനവും ഇല്ലാത്ത രീതിയിൽ യാതൊരു ആശങ്കയും ഇല്ലാത്ത രീതിയിൽ ഇവിടുത്തെ ജനങ്ങൾ ഏറ്റെടുത്തു എന്നുള്ളതാണ്. അതുപോലെ തന്നെയാണ് ഇവിടെ ഓരോ പാർട്ടിസിപ്പൻറ്റും വന്ന് മത്സരിച്ച് പോകുമ്പോൾ വളരെ സംതൃപ്തിയോടുകൂടെ പോകുന്നുള്ളത് അതൊരു മാറ്റമാണ്. അത് ഫുഡിൻ്റെ കാര്യത്തിലാണെങ്കിലും മത്സരം കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോഴുണ്ടാവുന്ന സംതൃപ്തിയോടുകൂടി ഇവിടുത്തെ അധ്യാപകർക്ക് സന്തോഷം നൽകുന്ന തരത്തിലാണ് ഇവിടുത്തെ ഓരോ ഇനങ്ങളും ഇവിടെ കഴിഞ്ഞുകൂടിയത്. 10-14 വേദികളിലായിട്ട് മത്സരങ്ങൾ നടന്നു കഴിഞ്ഞപ്പോൾ യഥാർത്ഥത്തിൽ വൈകുന്നേരം സാധാരണ എല്ലാ കലോത്സവങ്ങളിലും ഇരുട്ടിയാലും തീരാത്ത ഇനങ്ങൾ ഇവിടെ ഉണ്ടാവാറുണ്ട്. അതൊന്നും തന്നെ ഇല്ലാതെ രാത്രി ഇന്നലെ 11 മണി വരെ നീണ്ട 1-ാം നമ്പർ വേദിയിലെ മത്സരം പോലും ജനനിബിഡമായിരുന്നു. അത് ജനങ്ങൾ ഏറ്റെടുത്തു എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ വട്ടനാട് കലോത്സവം ഒരു മാമാങ്കമായി മാറി എന്നുള്ളതാണ്. അതിൽ എല്ലാ കമ്മിറ്റികളും നേരത്തെ ശ്യാമാഷ് ഇവിടെ പറഞ്ഞു, എല്ലാ കമ്മിറ്റികളും അവർക്ക് നൽകിയിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ വളരെ കൃത്യനിഷ്ഠയോടെ നിർവഹിച്ചു എന്നുള്ളതാണ്. അത് പ്രോഗ്രാമാണെങ്കിലും ഫുഡ് വെറൈറ്റി തന്നെയായിരുന്നു. ഫുഡ് യഥാർത്ഥത്തിൽ പറയേണ്ടത് തന്നെയാണ്. ഫുഡ് വളരെയധികം സന്തോഷം നൽകിയിട്ടുണ്ട്. ഒരു പരാതിക്കിടയും വന്നിട്ടില്ല. മാത്രമല്ല ഇവിടെ സാധാരണ ജഡ്ജ്മെൻറ്റിൻ്റെ കാര്യത്തിൽ അങ്ങിങ്ങൊക്കെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ടെങ്കിൽ പോലും യാതൊരു പരാതിയും ജഡ്ജ്മെൻറ്റിൻ്റെ കാര്യത്തിൽ ഉണ്ടായില്ല. യഥാർത്ഥത്തിൽ സ്റ്റേജുകളൊക്കെ ഒരുക്കുമ്പോൾ സ്റ്റേജുകളിൽ അവിടെ വിള്ളൽ ഇവിടെ വിള്ളലൊക്കെ സാധാരണ കേൾക്കാറുണ്ട്. അതുപോലും ഇവിടെ ഉണ്ടായിട്ടില്ല. ഗ്രീൻ പ്രോട്ടോക്കോളിൻ്റെ കമ്മിറ്റി ആണെങ്കിൽ അത് ഗംഭീരമായിട്ടാണ് പ്രവർത്തിച്ചത്. നിങ്ങൾ ഗ്രൗണ്ടിലേക്ക് നോക്കിയാൽ അറിയാം, എവിടെ പോയി കഴിഞ്ഞാൽ യാതൊരു തരത്തിലുള്ള പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗങ്ങളോ യാതൊരു തരത്തിലുള്ള വേസ്റ്റുകളും ഇവിടെ ഇല്ല എന്നുള്ളതാണ്. ഇത് യഥാർത്ഥത്തിൽ എല്ലാ കമ്മിറ്റികളും ഏറ്റെടുത്ത പോലെ തന്നെ ജനങ്ങളാണ് ഇത് കൈകാര്യം ചെയ്തതെന്നുള്ളതാണ്. അത് സന്തോഷം നിറച്ച പബ്ലിസിറ്റി എന്ന് പറയുന്നത് അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ നിങ്ങളെപ്പോലുള്ള ചാനലുകാരും എല്ലാവരും ഇത് ഏറ്റെടുത്തു. അതുകൊണ്ട് തന്നെയാണ് ഇത് ഇത്രയും വിജയിച്ചത്. ഇനി ഉള്ളത് സമാപന സമ്മേളനമാണ്. അതും ജനങ്ങൾ ഏറ്റെടുക്കും. ബഹുമാന്യനായ നമ്മുടെ മന്ത്രി MB രാജേഷ് അവർകളാണ് അത് ഉദ്ഘാടനം ചെയ്യാൻ വരുന്നത്. അത് സത്യത്തിൽ ജനങ്ങൾ ഏറ്റെടുത്ത് കഴിഞ്ഞു. ഇവിടെ ജനങ്ങൾ തടിച്ചുകൂടിയിരിക്കുകയാണ്.
അപ്പോൾ കുട്ടികളുടെ മത്സര ആവേശം കൊണ്ടും അതുപോലെ തന്നെ ജനപങ്കാളിത്തം കൊണ്ടും നമ്മുടെ തൃത്താല ഉപജില്ലാ കലോത്സവം ശ്രദ്ധ പിടിച്ചു പറ്റിയിരിക്കുകയാണ്. അപ്പോൾ വരും വർഷങ്ങളിലും മികച്ച രീതിയിൽ തന്നെ ഉപജില്ലാ കലോത്സവം മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ ഇന്നതിൻ്റെ സമാപനമാണ്. അപ്പോൾ ഒരേ മനസ്സോടെ പ്രവർത്തിച്ച പബ്ലിസിറ്റി, അതുപോലെ തന്നെ റിസപ്ഷൻ, ഫുഡ് കമ്മിറ്റി ഒക്കെയാണ് ഇതിൻ്റെ വിജയത്തിന് പിന്നിലെന്ന് നമുക്ക് നിസ്സംശയം പറയാം. നില 24 ലൈവിന് വേണ്ടി ക്യാമറാമാൻ രാഹുലിനൊപ്പം രഹ്ന തബസം. ആഭരണങ്ങളെ വ്യത്യസ്തമാക്കുന്നത് അവയുടെ വൈവിധ്യങ്ങളാണ്. ആ വൈവിധ്യങ്ങൾക്കൊപ്പം വിശിഷ്ടമായ രത്നങ്ങളും കലയുടെ കരവിരുതും ഒത്തുചേരുന്ന അത്യപൂർവമായ ഡിസൈൻ ആഭരണങ്ങളുമായി മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ഒരുക്കുന്ന ആർട്ടിസ്ട്രി ഷോ ഒക്ടോബർ 24 മുതൽ 27 വരെ ഞങ്ങളുടെ പെരിന്തൽമണ്ണ ഷോറൂമിൽ നടക്കുന്ന ഈ ആർട്ടിസ്ട്രി ഷോയിൽ മറ്റെവിടെയും കാണാനാകാത്ത സമാനതകളില്ലാത്ത ആഭരണങ്ങളുടെ അതിവിപുലമായ കളക്ഷൻസ് നിങ്ങളെ കാത്തിരിക്കുന്നു. വരൂ, പരിശുദ്ധ സ്വർണത്തിന്റെ ഈ വിസ്മയ വിരുന്നിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം.